സംഭൽ സന്ദർശനത്തിനെത്തിയ സമാജ്വാദി പാർട്ടി സംഘത്തെ തടഞ്ഞ യു.പി. പോലീസ് 15-അംഗ സംഘത്തെയാണ് തടഞ്ഞത്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തേക്ക് പ്രവേശിക്കാനാവില്ല എന്നതായിരുന്നു പോലീസ് പറഞ്ഞത്. സ്വാതി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, നിലവിൽ നിരോധനാജ്ഞ ഡിസംബർ 10 വരെ നീട്ടിയിരിക്കുന്നു എന്നതാണ്. ജനപ്രതിനിധികൾക്കടക്കം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കടക്കാനാകില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? കാവ്യ, ഈ സംഭലിൽ നിരോധനാജ്ഞ ഡിസംബർ 10 വരെ നീട്ടിയ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സംഭലിലേക്ക് സമാജ്വാദി പാർട്ടി നേതാക്കൾ 15-അംഗ സംഘം അവിടെ എത്തിയത്. ഈ സംഘർഷ മേഖല സന്ദർശിക്കുക എന്നത് അപ്പുറത്തേക്ക് കൊല്ലപ്പെട്ടവരുടെ വീട് കൂടി സന്ദർശിക്കുകയും ബന്ധുക്കളെ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ യു.പി. പോലീസ് അവരെ തടയുകയായിരുന്നു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംഘർഷ മേഖലകളിലേക്ക് സന്ദർശിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരെ തടഞ്ഞത്. അതേസമയം ഈ വിഷയത്തിലാണ് അഖിലേഷ് യാദവ് വലിയൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിരോധനാജ്ഞ നീട്ടിയത് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പരാജയമാണ്. മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ മറച്ചുവെക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളിലേക്ക് യു.പി. സർക്കാർ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ വരുന്ന ജനപ്രതിനിധികളെത്താൻ തടഞ്ഞത് എന്നടക്കമുള്ള പ്രതികരണമാണ് അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സർവേ നടപടികൾ ഡിസംബർ 10 വരെയാണ് ഇപ്പോൾ നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നത്.